നമ്മുടെ 100 വർഷം കഴിഞ്ഞല്ലോ. അത് എങ്ങനെ കഴിഞ്ഞു? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സമസ്തന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ആരെങ്കിലും അയാൾ സമസ്തയുടെ ഒരു ചരിത്രവും പറയാൻ കിട്ടില്ല. നമ്മുടെ രേഖ ഈ ഉലമ ആണ്. ആ ഉലമാവിന്റെ കൂടെ നമ്മൾ നിൽക്കണം. ഇതാണ് ഖുർആനും സുന്നത്തും. സുൽത്താനുൽ ഉലമ ആ ഉസ്താദിനെ പോലെ ഒരാളെ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പേര് പറയാൻ കഴിയുമോ അങ്ങനത്തെ ഉസ്താദുമാർ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് അവറുകൾ നമ്മോട് സംസാരിക്കുന്നു. സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ആ ബഹുമതിയോട്, അതിന് ലോകത്ത് അള്ളാഹു കൊടുത്ത ആ ഇസ്സത്തോട് നിലനിർത്തിത്തട്ടെ എന്ന് നാം ദുആ ചെയ്യുന്നു. 100 കൊല്ലം സമസ്തയിലൂടെ പോയവർക്കേ അതറിയുള്ളൂ. 100 കൊല്ലം സമസ്തയുടെ കൂടെ പോകാതെ അതിൻ്റെ മഹാന്മാരായ ഉലമാക്കളെയും സമസ്തയിലൂടെ പോയവർക്കേ അതറിയുള്ളൂ. 100 കൊല്ലം സമസ്തയുടെ കൂടെ പോകാതെ അതിൻ്റെ മഹാന്മാരായ ഉലമാക്കളെയും അന്നത്തെ വലിയ വലിയ സാരഥികളായ മഹത്തുക്കളെയും കൈവിട്ടുകൊണ്ട് വില കുറഞ്ഞ രാഷ്ട്രീയക്കാരെ കൂടെ നിന്നവരാണ്. അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവരും തന്നെ ഇപ്പൊ ചിന്തിച്ചാൽ നമ്മുടെ 100 വർഷം കഴിഞ്ഞല്ലോ. അത് എങ്ങനെ കഴിഞ്ഞു? ഇപ്പൊ അവർ തന്നെ ഒന്നിനല്ല പലതിനും തർക്കത്തിലാണ്. അവർക്കും കണക്ക് കൂട്ടിയിട്ട് കണക്കോക്കണില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതെല്ലാം ചോദിക്കുന്നവർ ആദ്യം ഇതൊക്കെ ഒന്ന് സമസ്തയുടെ ചരിത്രം ഒന്ന് വായിച്ച് നോക്കുകയോ ചോദിച്ച് പഠിക്കുകയൊക്കെ ചെയ്താൽ സമസ്തകാരിലെ ജമിയത്തുൽ ഉലമയുടെ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ വക ചോദ്യങ്ങളൊന്നും വരില്ല. എന്താണ് ഈ സമസ്ത എന്നറിയാത്ത ചിലർ സമസ്തയെക്കുറിച്ച് പഠിക്കാൻ നിന്നാൽ, പറയാൻ നിന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കാലം വരെ സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പിന്നെ സമസ്തയുടെ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നാൽ അവർക്ക് എന്തിനെക്കുറിച്ചാണ് അറിയാം? അവർക്ക് എന്തിനെക്കുറിച്ചാണ് പറയാൻ ധൈര്യം ഉണ്ടാവുക? ഈ കാലം വരെ ഒന്നും സമസ്തന്റെ ഒരു കേട്ടിലും പാട്ടിലും ഇല്ല. സമസ്തന്റെ കഴിഞ്ഞ കാല ചരിത്രവും അറിയില്ല. സമസ്തയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ ആളുകൾ ഇന്ന് വന്ന് സമസ്തയിൽ വന്ന് വലിയ ഗതാക്കളാന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒന്നും അറിയാത്തവർ എന്ത് നേതൃത്വമാണ് അവർക്ക് കിട്ടുക? ഇതാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സമസ്തന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ആരെങ്കിലും അയാൾ സമസ്തയുടെ ഒരു ചരിത്രവും പറയാൻ കിട്ടില്ല. അതുകൊണ്ട് സമസ്തയുടെ ചരിത്രം, മുൻകാല ചരിത്രവും വേണ്ട. ഈ സമസ്തകാരിലെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അതിൻ്റെ ആശയം, ആദർശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി. അത് മനസ്സിലാക്കാൻ വരെ കഴിയാത്തവർ സമസ്തയുടെ ആളുകളായി അതിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവർ ഒക്കെ പറഞ്ഞാൽ എന്താണ് അതിനൊക്കെ നാം പറയേണ്ടത്? അതുകൊണ്ട് സമസ്തകാരിലെ ജമിയത്തുൽ ഉലമ എന്താണ്, അതിൻ്റെ ആദർശം എന്താണ്, അതൊക്കെ ഒന്ന് അടുത്തറിഞ്ഞ് അങ്ങനത്തെവരാണ് സമസ്തയുടെ പിന്നിൽ, സമസ്തയുടെ അനുയായികളായി നിരക്കേണ്ടത്. സമസ്തയുടെ അനുയായികൾ എന്ന് പറയാൻ സമസ്ത എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത്, അതിന് ആശയം, ആദർശം എന്താണ് എന്ന് ഇന്ന് വരെ പഠിക്കാൻ പോലും തയ്യാറാവാത്തവരാണ് സമസ്ത വലിയ സംഗതിയായി പ്രസംഗിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഇവരോട് ചോദിച്ചു, സമസ്തയെക്കുറിച്ചൊന്നും പറയേണ്ടതാണ്. സമസ്തയുടെ 40 മുസാഫർ അംഗങ്ങൾ, ആ അംഗങ്ങളുടെ പേര് മാത്രം, പേര് മതി. ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാൻ കഴിയുമോ? എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഉലമാക്കളുള്ള മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാർ, ആലിമ്യങ്ങൾ, ആരിഫ്യങ്ങൾ അടക്കമതിൽപ്പെടും. അങ്ങനത്തെ വലിയ മഹത്വമുള്ളവർ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സംഘടനയാണ് സമസ്ത ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ഇന്നുള്ള നേതാക്കൾ ഇവിടെ ഇരിക്കുന്നു. ബഹുമാനമുള്ള സുൽത്താനുൽ ഉലമ ആ ഉസ്താദിനെ പോലെ ഒരാളെ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പേര് പറയാൻ കഴിയുമോ അങ്ങനത്തെ ഉസ്താദുമാരെ? അത്രയും വലിയ വലിയ മഹത്തുക്കളെ അല്ലാഹു നമുക്ക് കനിഞ്ഞ്
ആ നിഅമത്തിന് നാം ശുക്ർ ചെയ്യണം. അവരാണ് നമ്മളെ ആലിമീങ്ങൾ. അവർ പറയുന്നത് നാം സ്വീകരിക്കണം. നമ്മുടെ സ്വീകരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹുജ്ജത്താണ്. ആ ഉസ്താദുമാർ റബ്ബിൻ്റെ അരികിലും എല്ലായിടത്തും നമുക്ക് രേഖയായി പറയാനുള്ള നമ്മുടെ രേഖ ഈ ഉലമാ ആണ്. ആ ഉലമാവിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. ഇതാണ് ഖുർആനും സുന്നത്തും അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരെ കൂടെ നിലനിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് അല്ലാഹു